കൊച്ചി മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലം സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി സന്ദർശിച്ചു. സ്ഥലത്ത് പുതിയ നിർമ്മാണം സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായിരുന്നു സന്ദർശനം. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ നിർമ്മാണത്തിനുള്ള കോടതി അനുമതി ലഭ്യമാകുക. CRSയുടെ നിയമം ലംഘിച്ച് നിർമ്മിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മരടിലെ 4 വൻകിട ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. 2020 ജനുവരി 11, 12 തീയതികളിലായി നിയന്ത്രിത സ്ഫോടന സംവിധാനം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ തകർക്കുകയായിരുന്നു. പൊളിച്ചു നീക്കിയ സ്ഥലത്ത് പുതിയ നിർമ്മാണങ്ങൾക്ക് ഇതുവരെ അനുമതി ലഭിച്ചിരുന്നില്ല. സ്ഥല ഉടമകൾ സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി ഗൗരവ് അഗർവാളിനെ അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചു. സ്ഥലത്ത് വീണ്ടും നിർമ്മാണം സാധ്യമാകുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായിരുന്നു കോടതി നിർദ്ദേശം. ഇതിൻ്റെ ഭാഗമായാണ് അമിക്കസ് ക്യൂറി ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലം സന്ദർശിച്ചത്. മരട് നഗരസഭ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു സന്ദർശനം. ഹോളി ഫെയ്ത്ത് H2O, ആൽഫ സെറീൻ, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ് എന്നീ ഫ്ളാറ്റുകളായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു നീക്കിയത്. അടുത്തിടെ ഫ്ളാറ്റ് നിർമ്മാണ കമ്പനികൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ പിഴ ഈടാക്കി കേസ് ഒത്തുതീർപ്പാക്കേണ്ടിയിരുന്നുവെന്ന് സുപ്രീംകോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു. അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് പുതിയ നിർമ്മിതികൾക്ക് സുപ്രീംകോടതി അനുമതി നൽകുക. കൈരളി ന്യൂസ്, കൊച്ചി.